ശൈലി തിരുത്താൻ എന്ന് മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ, അതിൽ നേതാവ് ഗോവിന്ദൻ മാഷ് എല്ലാവരും പറയും. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കതിലൊരിക്കലും ഒരു വിശ്വാസം ഉണ്ടായിട്ടില്ല. കാരണം ഒരു ബിഷപ്പിനെ, ഒരു പത്രപ്രവർത്തകനെ ഒക്കെ ഇത്രയും ആളുകളെ അദ്ദേഹം ചെറിയ അഭിഷേകം നടത്തിയിട്ടുണ്ട്. അതിൽ ഒന്നിനെപ്പറ്റി അദ്ദേഹം ഒരിക്കലും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരു ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിക്കുക, വേറെ ഒരു ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിക്കുക, പിന്നെ ഒരു പത്രാധിപരെ ഇടവെന്ന് വിളിക്കുക, പിന്നെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ പരനാറി എന്ന് വിളിക്കുക. ആലോചിച്ചു. അപ്പം അത് എനിക്ക് നാവ് പഴിച്ചതാണ്, ഞാനതിൽ ഖേദിക്കുന്നു, ഞാനത് പിൻവലിക്കുന്നു എന്ന് പറയണ്ടേ? അപ്പോഴല്ലേ തീരുള്ളൂ. ഒരിക്കലും തീരില്ല, അത് ഒരിക്കലും തീരില്ല. അപ്പോൾ ഇത് തീരാത്ത എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ അല്പത്തം കൊണ്ടാണ്. അതാണ്, ആ അല്പത്വമാണ് പ്രവർത്തിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ സിനിമാ നടൻ ഭീമൻ രഘു, അദ്ദേഹം പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ എണീറ്റ് നിന്നു. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണ്? പ്രസംഗിക്കുന്ന ആരുടെ ഉത്തരവാദിത്വം എന്താണ്? ഇരിക്കൂ, നിങ്ങൾ ഇരിക്കൂ, ഞാൻ സംസാരിക്കാം എന്ന് പറയണ്ടേ? എൻ്റെ ഓർമ്മ ശരിയാണ്, 20 മിനിറ്റ് ആ പരിപാടിയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചു. ആ 20 മിനിറ്റും ഈ സിനിമാ നടൻ നിൽക്കുക. അടിച്ചു നോക്കും. അതേ ഒരു മനുഷ്യനല്ലേ, അതേ ഒരു കലാകാരനാണ്, അദ്ദേഹത്തിന് വകതിരിവില്ല. പോട്ടെ, ആര് സംസാരിക്കുമ്പോഴും, ഇപ്പം മഹാത്മാഗാന്ധി സംസാരിക്കുമ്പോൾ ഇങ്ങനെ സാസിൽ ഇരിക്കാമല്ലോ, അതിന് നിൽക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ ഈ മുഖ്യമന്ത്രിക്കുള്ള ഒരു പരിഹാസമായിട്ട് ഞാനെടുത്തത്. കാരണം ഇങ്ങനെയൊക്കെ പ്രീണിപ്പിക്കുകയും മൂസി പറയുകയും ചെയ്യേണ്ട ഒരാളാണ് ഈ മുഖ്യമന്ത്രി എന്ന് വിമൻ്റെ വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ, ഇദ്ദേഹം തൊഴിലാളി നേതാവല്ലേ, ഒരു പാർട്ടിയുടെ നേതാവല്ലേ, ആരോട് നമ്മളെന്താ പറയേണ്ടത്? ഇരിക്കുമെന്ന് പറയാം. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? ജനങ്ങളെ ബഹുമാനിക്കാൻ അറിഞ്ഞൂടാ, മനുഷ്യൻ്റെ അന്തസ്സിൽ വിശ്വാസമില്ല. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ വ്യക്തിക്കും അന്തസ്സുണ്ട്. നിങ്ങൾ പണ്ഡിതനാവട്ടെ, പാമരനാവട്ടെ, പണക്കാരനാവട്ടെ, പാവപ്പെട്ടവനാവട്ടെ, ആണാവട്ടെ, പെണ്ണാവട്ടെ, ഏത് പ്രദേശക്കാരനാവട്ടെ, ഏത് ജാതിക്കാരനാവട്ടെ, എല്ലാവർക്കും അന്തസ്സ് തുല്യമാണ്. അപ്പോൾ ആ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ പണി. അപ്പോൾ കേരളത്തിൽ അനവധി ആളുകൾ അറിയുന്ന, അനവധി ആളുകൾക്ക് വേണ്ടപ്പെട്ട ഒരു നടൻ അങ്ങനെ അനങ്ങാതെ അവിടെ നിൽക്കുകയാണ്. ഒരു കോലംകുത്തി, എന്തൊരു കോമാളി വേഷമെന്ന് അറിയിച്ചു. നമ്മുടെ രാഷ്ട്രീയത്തിൽ കണ്ട ഒരു കാർട്ടൂണാണത്. അതിന് കുറ്റവാളി ഭീമൻ രഘുവിനേക്കാൾ കുറ്റവാളി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അത് ഇപ്പോൾ കാണിച്ചാലോചിച്ചു. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം, അതിൻ്റെ ഉദ്ഘാടനത്തിന് ആദ്യം വിളിക്കേണ്ട പ്രതിപക്ഷ നേതാവിനെയാണല്ലോ. എന്താ വിളിക്കാൻ? അല്പത്തം. ഇതാണ് അല്പത്തം എന്ന് പറഞ്ഞത്. VD സതീശൻ ആരാണ്? ക്യാബിനറ്റ് റാങ്കുള്ള ഒരാളാണ്, പ്രതിപക്ഷ നേതാവാണ്. ജനാധിപത്യത്തിൽ ഭരണപക്ഷം പോലെ പ്രധാനമാണ് പ്രതിപക്ഷം. ഒരു ഉദാഹരണം പറഞ്ഞാലും 18 മെമ്പർമാരുടെ നേതാവായിരുന്ന AKജിയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുത്താണ് ആര്? ജവഹർലാൽ നെഹ്റു. എന്നിട്ട് എപ്പോഴും AKജി കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും പരിഗണനയും കൊടുത്തിട്ടാണ്. ഒരിക്കലും AKജി സംസാരിക്കുമ്പോൾ നിവൃത്തിയുണ്ടെങ്കിൽ സഭയിൽ നെഹ്റു എണീറ്റ് പോകില്ല, വേറെ എന്ത് പണിയുണ്ടെങ്കിൽ. കാരണം ജനാധിപത്യത്തിലുള്ള ബഹുമാനം എന്നത് പ്രതിപക്ഷത്തോട് കാണിക്കുന്ന പരിഗണനയാണ്. എന്നിട്ട് ഇത് പോരാഞ്ഞിട്ട് ആ പ്രസംഗത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞില്ല. ആലോചിച്ചു, എന്തൊരു അല്പത്താണ് ഒരു മുഖ്യമന്ത്രി പെരുമാറത്. എൻ്റെ മുഖ്യമന്ത്രിയായത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് ആ പേര് ഇദ്ദേഹം പറയാതിരുന്നാൽ ആ പേര് കൂടുതൽ പൊന്തുക ചെയ്യുക. അപ്പോൾ അതാണല്ലോ ഉണ്ടായത് കേട്ടോ. ആ ഭീമൻ രഘുവിനോട് ഇരിക്കുമെന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് അന്തസ്സ്. അത് തിരിയണ്ടേ? ഉമ്മൻചാണ്ടിയുടെ പേര് പറയാണ് അന്തസ്സ്, അത് തിരിയണ്ടേ? പ്രതിപക്ഷ നേതാവിനെ പരിപാടിക്ക് ക്ഷണിക്കുകയാണ് അന്തസ്സ്. ഇതാണ് ജനാധിപത്യത്തിൻ്റെ വാസ്തവമായ സ്പിരിറ്റ്, അതിൻ്റെ സത്ത, അതിൻ്റെ പൊരുൾ. നിർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് തിരിയുന്നില്ല. അദ്ദേഹം വ്യക്തിപരമായ അല്പത്തങ്ങളാണ് പല സമയത്തും പ്രകടിപ്പിക്കുന്നത്. അത് ജനാധിപത്യത്തെ ദുർബലമാക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം.